When there is something wrong, എവിടെയുണ്ടോ അത് ഈ പറഞ്ഞ് ലോക്കൽ ആൾക്കാർക്ക് ഒരു പണിഷ്മെന്റ് കിട്ടി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ രാജകീയ ജീവിതത്തിൽ നിയമന്മാരെ ഒന്നും ഐ തിങ്ക് അതൊന്നൊക്കെ വിട്ടിട്ട് ഒരു ശിക്ഷാകാലം എന്ന് പറയുന്ന ഒരു ശിക്ഷാകാലം തന്നെ ആയിരിക്കണം. ക്വാണ്ടിറ്റി ആയിക്കോ, പക്ഷേ ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള ഫുഡ് ആവശ്യമില്ല. അപ്പൊ ഈ ശിക്ഷ നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശിക്ഷയുടെ ഈ ഒരു അഭാവം തന്നെയാണ് ഇതിലേക്ക് ഒരു കാരണക്കാരൻ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഗോവിന്ദച്ചാമിനെ മാത്രം നമ്മൾ എടുത്താൽ മതി. പക്ഷെ അയാൾ ഡ്രഗ് കേസ് ആണോ എന്ന് ചോദിച്ചാൽ അയാൾ ഉപയോഗിക്കാത്ത എല്ലാം എന്ന് പറയും. ഇത് മാത്രമല്ല, ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് ചാവാറായ പോലെയാണ് പോലീസ് സ്റ്റേഷനിൽ ജയിലിലേക്ക് പോയത്. പക്ഷെ ഇപ്പൊ ഇറങ്ങി വരുമ്പോ അയാളുടെ ഒരു ഫോട്ടോ ഞാനും ഓൺലൈനിൽ കണ്ടിരുന്നു. ഹി ലുക്സ് സോ ഹാൻസം. അതെ. പിന്നെ അതിനിടയ്ക്ക് കഴിഞ്ഞ വർഷം ആളൊന്ന് സ്കെൽറ്റ് ആയിട്ട് മതിലൊക്കെ ചാടിയെന്ന് പറയും. ആ ഒരു വാർത്തയുണ്ട്. അതിനിപ്പോ എന്താ അപ്ഡേറ്റ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മുടെ സിനിമാ നടൻ ബാലയെ വെച്ച് കമ്പയർ ചെയ്തൊരു ഫോട്ടോ വന്നത്. അപ്പൊ ഇപ്പൊ മാം പറഞ്ഞ പോലെ നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഡയറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഫുഡ് എങ്ങനെയാണ്, എന്താണ്, നമുക്ക് ഒരു അസുഖം പോലും ഇല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അതെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഇതൊന്നുമില്ലാതെ ഇവിടെ കിടക്കുന്ന ഒരു മനുഷ്യന് ഇതൊക്കെ കേട്ടിട്ട് വരുമ്പോൾ ആർക്കാണെങ്കിൽ ഒന്ന് ജയിലിൽ പോകാൻ തോന്നും. അപ്പൊ നമ്മുടെ നിയമത്തിന്റെ ശരിക്കും പറഞ്ഞ പ്രശ്നം നമ്മുടെ ആൾക്കാർക്കല്ല. കാരണം പേടിക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സിറ്റുവേഷൻ വേറെയാണ്, എൻറ്റയർലി വേറെ വേൾഡ് ആണെന്നുള്ള ഒരു മൈൻഡ് വന്നതല്ലേ പ്രശ്നം. അതെ. അപ്പൊ 3 തലത്തിലാണ്. അപ്പൊ നമുക്ക് സമ്മപ്പ് ചെയ്യാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ എങ്ങനെ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 3 തലത്തിൽ നോക്കാം. ഒന്ന്, ഈ ഡ്രഗ്സിന്റെ പ്രസൻസ് എവിടെയുണ്ടോ അത് ഈ പറഞ്ഞ് ലോക്കൽ ആൾക്കാർക്ക് ഇൻവോൾവ് ചെയ്ത് അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം. ഞാൻ ആ പറഞ്ഞ പോലെ ഒരു ഐ തിങ്ക് എന്താ പീപ്പിൾ ഓഫ് പോലീസോ അങ്ങനെ എന്തോ ആണെന്ന് അറിയപ്പെടുന്നത്, ഒരു എന്തോ ഒരു പേരുണ്ടത്, അങ്ങനെ എന്തോ ഒരു പേരിലാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ദേർ ഇൻ തമിഴ്നാട് ഓൾസോ ഇഫ് ഐ ആം റൈറ്റ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്, നമ്മളുടെ ആ ഒരു ചെറിയ വട്ടാരത്തിലുള്ള ആൾക്കാർക്ക് അറിയാം ഏത് വീട്ടിൽ എന്താണ് അത്യാവശ്യം, ഏതൊക്കെ വീട്ടിൽ ആര് താമസിക്കുന്നുണ്ടെന്ന് പോലും അറിയാവുന്നതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ പോലെയല്ല. ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് അപ്പുറത്തെ വീട്ടിൽ ആരാന്ന് പോലും നമുക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഒരു സർവേലൻസിലാണ് എല്ലാവരും. എവറിബഡി കംസ് അണ്ടർ സം ക്യാമറ. ഓക്കെ, ഫിസിക്കൽ ക്യാമറ അല്ല, എവിടെയെങ്കിലും ഒരു നോട്ടമുണ്ട്. അപ്പൊ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം വരുമ്പോൾ പോലീസിനും അവിടെ റീച്ച് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമ്പർ ഓഫ് ഓഫീസേഴ്സ് ഉള്ളവര് അവരെയും നന്നായി ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം റീച്ച് ചെയ്യാം, നമ്മുടെ സഹകരണം കൂടെ വേണം. നമ്പർ 1. നമ്പർ 2, ആസ് എൻ ഇൻഡിവിജ്വൽ വി ഓൾ നീഡ് ടു ബി റെസ്പോൺസിബിൾ. നമ്മുടെ സൊസൈറ്റി ഈ രീതിയിൽ മാറിയതിന് ഓരോരുത്തരും അവനോന്റി ചെയ്യേണ്ട കാര്യങ്ങൾ, എനിക്കെന്താ പ്രശ്നം, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് മാറി എന്ന് കണ്ട് നമ്മുടെ ടിപ്പിക്കൽ മലയാളി സ്വഭാവം പോലെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്നുള്ള എത്തി നോക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. When there is something wrong, are you responding to it? ആ ഒരു കാര്യം അത് എവിടെയാണ്, നമ്മളവിടെ പോയി ഒച്ചയും വെള്ളം വെക്കണമെന്നോ പരദൂഷണം പറയണമെന്നോ അല്ല ഞാൻ പറയുന്നത്. എന്താണോ അതിനു വേണ്ടി എടുക്കേണ്ട ലീഗൽ ആക്ഷൻ അതിന് നമ്മൾ അമാന്തിക്കുന്നു. അടുത്തത് ലീഗൽ പാർട്ട്, ലോ ഷുഡ് ബി ഇൻ പ്ലേസ്. കുറച്ചുകൂടി നിയമങ്ങൾ ഒന്നും കൂടി ഒന്ന് ശരിയാക്കാനുണ്ട്. അതെ, നമ്മൾ ഏതോ കാലഘട്ടത്തിൽ സൃഷ്ടിച്ച് എന്താ പറയുക, എത്രയോ കാലം ഇരുന്നുണ്ടാക്കിയ ആ നിയമം ഒന്നും വെച്ചുകൊണ്ട് ഇപ്പോഴും അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ശരിയാക്കി. പക്ഷെ കുറച്ചും അതെ, BNS വന്നു, അങ്ങനെ ഒത്തിരി നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഏരിയാസ് ഒക്കെ ഇപ്പോഴും വന്നിട്ട് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ ആ പേടി കുറവുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഒരു പണിഷ്മെന്റ് കിട്ടി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ രാജകീയ ജീവിതത്തിൽ നിയമന്മാരെ ഒന്നും ഐ തിങ്ക് അതൊന്നൊക്കെ വിട്ടിട്ട് ഒരു ശിക്ഷാകാലം എന്ന് പറയുന്ന ഒരു ശിക്ഷാകാലം തന്നെ ആയിരിക്കണം. അവിടെ ആരെയും തല്ലുകയും ക്രൂശിക്കുകയോ ഒന്നും വേണ്ട. ഓക്കെ, അവർക്ക് ആ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിതം തന്നെയാണ് അവർക്കുള്ള ശിക്ഷ. പക്ഷെ ഈ ഫുഡിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ലക്ഷറി വേണോ? വേണ്ട, അതൊരു അനാവശ്യമായിട്ടുള്ളതാണ്. അതെ, സ്വന്തം വീട്ടിൽ കഞ്ഞി കുടിച്ച് കിടന്നവൻ ഇവിടെ വന്നു കഴിയുമ്പം ഈ പറയുന്ന നോൺ വെജും ഡയറ്റ് നോക്കിയുള്ള ഭക്ഷണവും ഇത്രയും നല്ല രീതിയിൽ അവൻ കഴിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. കഞ്ഞിയും പേരും കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞെടുത്ത് വാറ പൊട്ടിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ കൃഷിഭൂമിയിൽ പണിയെടുക്കാനോ ഒക്കെ അവർക്ക് പറ്റും. എന്താണ് അവർക്ക് ആ ഒരു ശിക്ഷ എന്തെങ്കിലുമൊക്കെ വർക്കുള്ള ജയിലുകളാണ് ഒട്ടുമുക്കാലും വലിയ ജയിലുകളാണ്. ആ വർക്ക് ചെയ്യാനും മാത്രം ഇവർക്ക് ഈ പറഞ്ഞ ഭക്ഷണമൊക്കെ ധാരാളം മതി. വയറുറച്ച് കഴിച്ചു.
അതെ. നിനക്ക് ആരും വന്നിട്ട് ഒരു ഇഡ്ഡലിയെ തരുള്ളൂ, നിന്നെ പട്ടിക്ക് വിട്ടിട്ട് കൊല്ലാന്നൊന്നും പറയുന്നില്ലല്ലോ. ക്വാണ്ടിറ്റി ആയിക്കോ, പക്ഷേ ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള ഫുഡ് ആവശ്യമില്ല നമുക്ക്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ആവശ്യത്തിനധികം കാര്യങ്ങൾക്ക് പണം ഷോർട്ടേജിൽ നിൽക്കുകയാണ്, നല്ല കാര്യങ്ങൾക്ക്. ആ നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കേണ്ട പൈസ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇത്രയും റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഗ്രാസ് റൂട്ട് ലെവലിൽ വന്നിട്ട് നമുക്ക് പോലീസിലെ ഇൻഫർമേഷൻ കിട്ടും, നിയമം കറക്റ്റിലാണെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടും. ആ ശിക്ഷിക്കപ്പെട്ട അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇനി ഈ പണി മതിയാക്കുക നല്ലത് എന്ന് ചിന്തിക്കേണ്ട ഒരു തോതിലായിരിക്കണം അവിടെ നിന്ന് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും. നോട്ട് ദാറ്റ് he or she gets equipped further. ഇതെല്ലാം ശരിയാകണമെങ്കിൽ സിസ്റ്റം ഷുഡ് ബി ഇൻ പ്ലേസ്. ഇപ്പോഴും സിസ്റ്റം ശരിയല്ല പലയിടത്തും. നമ്മളിപ്പോ കാണുമ്പോ നമുക്ക് പലതും തോന്നുന്നുണ്ട്, ഓക്കെ ഇറ്റ് ഇസ് ബെറ്റർ നൗ എന്നൊക്കെ തോന്നുന്നുണ്ട്. ആണെന്ന് വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, ആയിരിക്കണം, നല്ല കാര്യം, സന്തോഷം. ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് പാർട്ടി ഈസ് റൂളിംഗ്. നമുക്കിവിടെ പാർട്ടി വിഷയമല്ല. ഞാൻ പാർട്ടിയിൽ കാര്യമായി വിശ്വസിക്കുന്ന ആളല്ല, ഞാനൊരു വ്യക്തിയിലാണ്. ഇപ്പൊ എനിക്ക് വലിയ ഒരു കൺസേൺ അല്ലാത്ത ഒരു പാർട്ടി ആണെങ്കിൽ പോലും ഒരു പക്ഷേ അവിടെ നിൽക്കുന്ന ആ കാൻഡിഡേറ്റ് നല്ലൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ജയിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ആ വ്യക്തി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതാണ് സൊസൈറ്റിക്ക് കിട്ടുന്നത്. ആ പാർട്ടിയുടെ പേരെന്ന് പറയുന്നത് അത് അവർക്ക് ഒരു കുടക്കീഴിൽ വരാനുള്ള ഒരു ഇത് മാത്രമാണ്. അത്രേ ഉള്ളൂ, ഒരു ഐഡന്റിറ്റി. നീ ഏത് വീട്ടിലെ വെച്ചെന്ന് പറയുമ്പോൾ പറയുന്ന പോലെ ഐഡന്റിറ്റി മാത്രമാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ പാർട്ടി എന്ന് പറഞ്ഞ ഒരു ക്രേസ് ആയിട്ട് അതിന്റെ പുറകെ പോകുന്നതിന് പകരം ഏത് പാർട്ടി ഭരിച്ചാലും if they can contribute something good to the society, for the people, it makes sense. അത്രയും നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ പോകുന്ന വേഗത്തിൽ പോകാനാണെങ്കിൽ ഓപ്പറേഷൻ തുഫാൻ അത്യാവശ്യം നല്ല തോതിൽ കാര്യങ്ങൾ എത്തിക്കുമെന്ന് തോന്നുന്നു. നടക്കണേ എന്നുള്ള പ്രാർത്ഥന. തീർച്ചയായിട്ടും. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ഗീത ജേക്കബ് മാം ആണ്. നമുക്കറിയാം നമ്മുടെ ഈ നാട്ടില് എത്രത്തോളം ഈ ലഹരിക്ക് അടിമപ്പെട്ട് യുവാക്കൾ പോയിട്ടുണ്ടെന്നുള്ളത്. മാത്രമല്ല ഇപ്പോൾ എന്തുകൊണ്ട് ഒരു ഭയമില്ലാത്തതാണ് ഇതിനൊക്കെ കാരണം, ഏറ്റവും മൂല കാരണം തന്നെ. ആ ഭയം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഇവിടെ ലഹരി വിമുക്തമായിരിക്കും. അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്നാൽ ഇത്രയും സമയം നമ്മൾ ചെലവഴിച്ച ഗീതാ മാമിന് നന്ദി.